ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ റവ പത്തിരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. റവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ വെറും 2 ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നങ്ങ് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇതുപോലെ നന്നായി വെട്ടി തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കേട്ടോ. റവ ചേർക്കൽ കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് എനിക്ക് പാകമായിരുന്നു. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി ഈ റവനെ നന്നായിട്ടൊന്ന് വേവിക്കണം. വേവിച്ചാൽ മാത്രം പോരാ, ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി വരണം. അങ്ങനെ ആയി വന്ന ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ റവയിലേക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ചെറിയ ചൂടോട് കൂടിയിട്ട്, അങ്ങനെ ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഈ മാവ് നല്ല സെറ്റായിട്ട് കിട്ടുക. വല്ലാതെ കൈ പൊള്ളുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും ഓവറായിട്ട് നനയ്ക്കരുതേ. എന്നിട്ട് അതിനെ 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. അത് ബോൾസ് ആക്കി എടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴയ്ക്കണം. നന്നായിട്ട് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കും വേണം. അപ്പോഴാണ് നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അറ്റഭാഗമൊക്കെ അങ്ങനെ ഒരു കാണാൻ ഭംഗിയില്ലാത്ത പോലെ ഉണ്ടാവും. ഇനിയൊന്നുമില്ല, നമുക്കിത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് നല്ലപോലെ പരത്തിയെടുക്കുക. എത്രത്തോളം കനം കുറയ്ക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു കനത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മളിതുപോലെ ഒരു തവ ചൂടാക്കാൻ വെക്കുക. അതിൽ നമ്മൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കുക. 2-3 തവണ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി വരും. അതുപോലെ ഫ്ലെയിമിൻ്റെ കാര്യം മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും കേട്ടോ. ഇതാണ്ട് ഇതിൽ കാണുന്നത് പോലെ ഇതുപോലെ അങ്ങനെ പൊന്തി വരും കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊന്തി വരും. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറന്നു പോവല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ. അതപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവ, അതായത് 2 ചേരുവ മാത്രം വെച്ചാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് റവ പത്തിരി എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ റവ പത്തിരി എന്നാണ് പറയൽ. നല്ല സ്പൈസി ആയിട്ടുള്ള കറികളുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് വ്യത്യസ്തമായിട്ട് അതുപോലെ കുറഞ്ഞ ചേരുവയിൽ സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. Bye.